നമ്മുടെ ചെറുപ്പശ്ശേരിയിലുള്ള ജ്യോതി ചേച്ചിയാണ്. തട്ടിക്കൂട്ട് ചപ്പാത്തി കറി ഒരെണ്ണം ആലു മട്ടർ എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം. നല്ല എരിവുള്ള അത്ര മതി. എന്നോട് ചോദിക്കാണ്ട് ആര് പറഞ്ഞു തീ ഫുള്ളിലിട്ടിട്ട് അങ്ങോട്ട് ചെയ്യും വേഗം വേണ്ടിട്ട്. അയ്യോ ഗ്രീൻ പീസ് നല്ല ഭംഗിയുടെ അതിന്റെ കളറാണ് കാണാൻ. തട്ടിക്കൂട്ട് കറി അടിപൊളി. എനിക്കത് കണ്ടപ്പോഴേ തോന്നുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമയം വൈകുന്നേരം 8 മണിയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ചെറുപ്പശ്ശേരിയിലുള്ള ജ്യോതി ചേച്ചിയാണ്. ജ്യോതി ചേച്ചി കുറേ കാലം ബോംബെയിലായിരുന്നു, മുംബൈ. അപ്പോൾ ജ്യോതി ചേച്ചി നമുക്ക് വൈകുന്നേരം നേരത്ത് നമുക്ക് ഒരു ഈസി ആയിട്ട് ചപ്പാത്തിയിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള 2 കറികളാണ് നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ലേ? അതെ, അതാണ് നമുക്ക് ചെയ്തു തരാൻ പോണേ കേട്ടാ. എളുപ്പപ്പണിയുടെ ആളാണ് ജ്യോതി ചേച്ചി എന്നാണ് പറയണെങ്കിൽ. എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാം അല്ലേ? അതെ. അപ്പം ആദ്യം ഉണ്ടാക്കാൻ പോണേ ഏതാ? ചപ്പാത്തി ഉണ്ടാക്കണം, അത് ഞാൻ ഉണ്ടാക്കും. നമുക്ക് ആദ്യം ഈ ആലുവിനെ നെയ്യിലിട്ടിട്ട് വഴറ്റിയിട്ട് മാറ്റി വെക്കാം. ഇത് ആലു മട്ടർ. ഒന്ന് ഉണ്ടാക്കണത് ആലു മട്ടർ, ഒന്ന് വന്നിട്ട് തക്കാളി ഉള്ളിയും വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ചപ്പാത്തി കറി. ഈസി. തട്ടിക്കൂട്ട് ചപ്പാത്തി കറി ഒരെണ്ണം ആലു മട്ടർ എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം. മറ്റേത് ജ്യോതി ചേച്ചി കണ്ടുപിടിച്ചതാ ഇത്. ഈ ആലു മട്ടർ എന്ന് പറഞ്ഞതിലേക്ക് കുറച്ചധികം സാധനങ്ങൾ ആവശ്യമുണ്ട്. ഈ തട്ടിക്കൂട്ടിലേക്ക് വലിയ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട. ഈ തക്കാളിയും സബോളയും വേണ്ടോ, പിന്നെ കുറച്ച് അങ്ങനെയൊക്കെ. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് 2 എണ്ണം ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫ്രോസൺ ഇതുണ്ടല്ലോ, ഗ്രീൻ പീസ്, പച്ച ബട്ടാണി, അതാണിത്. ഇതിന് പകരം ഇപ്പം നമ്മുടെ വീട്ടിലുള്ള മറ്റേതാണെങ്കിലോ തലേദിവസം വെള്ളത്തിലിട്ട് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം. ഇതിന്റെ ടേസ്റ്റ് കിട്ടില്ല, ഇതിന്റെ കിട്ടില്ല. പക്ഷെ അതും ചെയ്യാം. പിന്നെ മല്ലിയില വേണം, തക്കാളി കുനുകുനാരിഞ്ഞത് വേണം, സബോള 2 എണ്ണം കുനുകുനാന്ന് അരിഞ്ഞതുണ്ട്. പിന്നെ ഇത് ഉണ്ടെങ്കിൽ മാത്രം, ഇത് ഇവിടെ ഉള്ളത് കൊണ്ട് എടുത്ത് വേണം. അതാണ് നമ്മുടെ ക്യാപ്സിക്കത്തിന്റെ ഒരു 4/1. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് വേണം. പിന്നെ നമ്മുടെ എല്ലാ പൊടി ഐറ്റംസും, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പെരുജീരകം, ജീരകം ഒക്കെ നമ്മുടെ വീട്ടിലുള്ള തന്നെ. പിന്നെ പുളിയില്ലാത്ത തൈര് ഞങ്ങൾ ഇത് വാങ്ങിച്ചു. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ തൈര് നല്ല പുളിയാണ്, അപ്പം അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. തൈരും അണ്ടിപ്പരിപ്പും അരയ്ക്കണം. ആദ്യം തന്നെ ചെയ്യേണ്ട പണി ഇത് നെയ്യിലൊന്ന് വഴറ്റണം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അപ്പൊ ആലു മട്ടർ ആദ്യം ഉണ്ടാക്കാം അല്ലേ? എന്നിട്ട് ഇത് ഉണ്ടാക്കണത് കാണിക്കും. ഇത് അടുപ്പത്തായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കിടക്കാം അല്ലേ? എന്തോന്നും മിണ്ടാത്ത, ഇത്ര നേരം വായ അടച്ചിട്ടുണ്ടായിരുന്നില്ല, വർത്താനം പറഞ്ഞു മനുഷ്യന് കണ്ണും ചൂടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ തുടങ്ങാണ് കേട്ടാ. എന്നിട്ട് ചേട്ടാ ഏതെങ്കിലും ദൈവത്തിനെ വിളിക്കും, ചപ്പാത്തി ദൈവങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറി ദൈവങ്ങളോ. അപ്പൊ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വന്നോളൂ മക്കളെ. സമയം സംസാരിച്ച് മനുഷ്യരൊരു സ്വൈര്യം തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കിയ ക്യാമറ ഓണാക്കിയോടുകൂടി പച്ച പാവം, ഒന്നും അറിയാത്ത കുട്ടിയായി. അതിൽ വെള്ളം ഉണ്ട്. വെള്ളം അതെ, ഇല്ലാന്ന് വിചാരിക്കണ. അപ്പൊ ജ്യോതി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാനാണ് ചെയ്യണത്. ജ്യോതി ചേച്ചി എല്ലാം പറഞ്ഞു തന്നിട്ട് നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കും. അമ്മേ മാങ്ങ വീണതോ ദൈവമേ, പഴുത്ത മാമ്പഴം. ഒരു ലേശം കൂടി ഒഴിച്ചോളൂ. ലേശം, അത് ഫുള്ള് വേണ്ട. ഓക്കെ മതി. അപ്പൊ ഈ സ്പൂൺ വെച്ച് 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കേട്ടാ. ആ പൊട്ടറ്റോന്റെ ഫുൾ വെള്ളം കളയണം, അല്ലെങ്കിൽ പടപടാന്ന് പൊട്ടിത്തെറിക്കും. ജ്യോതി ചേച്ചിക്ക് മറ്റേ ആക്സിഡന്റ് പറ്റിയിട്ടേ കൈയിന്റെ ഇവിടെ റിസ്റ്റിൽ തന്നെയല്ല പറ്റിയേ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടാ ഞാൻ ചെയ്യണത്. അല്ലെങ്കിൽ ഇതൊക്കെ അല്ലേ? അതിന് മുന്നായിരുന്നു വെച്ചെങ്കില് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. തീ മീഡിയമിലിടാം. ഇത് ഭയങ്കര കുറവില്ല എടുക്കണേ. ഇത്തിരി കൂട്ടാം അല്ലേ? കുറച്ച് കൂട്ടാം, അല്ലെങ്കിൽ ഇതൊന്നും അടുത്തൊന്നും ആവില്ല, കുറെ ടൈം എടുക്കും. ഈ 2 കറികളും നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ അല്ലേ? എത്ര കാലം ഉണ്ടായിരുന്നു ബോംബെയില്? ജനിച്ചതും വളർന്നതൊക്കെ അവിടെ. 6 കൊല്ലം, 6ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു. 6ൽ പാസ്സായപ്പോൾ അങ്ങോട്ട് ബോംബെക്ക്. പിന്നെ അവിടെ അച്ഛന് അവിടെയായിരുന്നു ജോലി. അച്ഛന് ബോംബെയിലായിരുന്നു. എന്തായാലും ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല കേട്ടാ.
ഇങ്ങനെ പൊട്ടാറ്റോ ഇങ്ങനെ നെയ്യിലൊക്കെ വഴറ്റണത് കണ്ടിട്ടില്ല. കുറച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആവുക കാരണം കടുക് പൊട്ടിക്കേണ്ട, ജീരകം കടുക് ഒന്നിലും ചേർക്കില്ല. നോർത്ത് ഇന്ത്യൻ ഡിഷ് നോർമലി ചെയ്യാറ്. നോർമലി അവരെല്ലാത്തിലും ജീരകം മോസ്റ്റ്ലി അവർ ജീരകമാണ് പ്രിഫർ ചെയ്യണം. ഇത് എന്നിട്ട് നേരെ നമ്മൾ കുക്കറിലേക്ക് മാറ്റൂല്ലേ? അല്ല ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. എന്നിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് റിഫൈൻഡ് ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് അതിൽ ജീരകവും ഇതൊക്കെ പൊട്ടിക്കും, പെരുംജീരകം. എന്നിട്ട് വേണം ഇത് വേവിക്കാൻ അല്ലേ? ഇത് ആ മട്ടറൊക്കെ ഇടണം ഒപ്പം. ഇത് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ളതാണോ അതോ ജ്യോതി ചേച്ചിയുടെ സ്വന്തം? ഞാൻ സ്വന്തം ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ ടിഫിനില് ചപ്പാത്തിക്ക് ഇങ്ങനെ കറികൾ ഇങ്ങനത്തെ ഉണ്ടാക്കും. ജ്യോതി ചേച്ചിക്ക് ഒരു മോളാണ് ശാലിനി. അപ്പൊ ശാലിനി പഠിക്കാൻ പോകുമ്പോ ശാലിനിക്ക് കൊടുത്തയക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി അല്ലേ? വേറെ പ്രോഗ്രസ്. നമ്മളിപ്പോ ഇത് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ബ്രൗൺ കളർ ആവണം പൊട്ടറ്റോ. പക്ഷെ ഇത് നമ്മളിപ്പോ ഈ സ്റ്റീലിന്റെ പാത്രത്തിൽ വെച്ചോണ്ടേ ഇതിങ്ങനെ ആവണില്ല. ഇത് കണ്ട ഇങ്ങനെയാണ് ആവണേ. ഈ പൊട്ടാറ്റോന്റെ മേലത്തെ പൊടികളൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇത് സമയം കഴിയും തോറും അതിങ്ങനെ കൂടുതലായിട്ട് പിടിക്കും എന്നല്ലാതെ ഇത് ബ്രൗൺ കളർ ആവാനുള്ള ഒരു സാധ്യതയും കാണാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പാത്രം മാറ്റി. അപ്പൊ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ ചെയ്തോളൂ കേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വഴറ്റാൻ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയണേ. ഇങ്ങനൊരു പണി ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഞാൻ ഇത് എടുത്ത് വെച്ചേനെ. ഇത് വേറെ കാര്യത്തിൽ കൊണ്ടുവന്ന് വെച്ച പാത്രം. അപ്പൊ ചേച്ചി പറഞ്ഞു അത് തക്കാളി തട്ടുകൂട്ട് ഉണ്ടാക്കാനായിട്ട് ഇത് എടുക്കാം. അപ്പൊ ഈ തീ ഞാൻ കെടുത്തിട്ടാ. അപ്പൊ ഈ പാത്രം കഴുകണ്ട. അപ്പൊ ആ നെയ്യിന്റെ അംശം ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇത് ഞാൻ ഈ പാത്രം കഴുകണില്ല കേട്ടോ. ഇത് ആവശ്യമുണ്ട് ഈ പാത്രം. എന്തായാലും ഒരു തുണ്ട് നെയ്യാക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിലെ ഒഴിച്ചിട്ടുണ്ടായിരുന്ന നെയ്യ് ഈ പറഞ്ഞ പോലെ ഒക്കെ അതിൽ പിടിച്ചു. അയ്യോ, ഇത് കൈകൊണ്ട് പിടിക്കുക. അത് ചൂടായിട്ടില്ല. ഇത് അത്രക്ക് ചൂടായിട്ടില്ല. ഇത് ബ്രൗൺ. ഇനി വഴറ്റി ബ്രൗൺ ആക്കട്ടെ കേട്ടാ. ഞങ്ങള് എന്നോട് പറഞ്ഞ കുറെ കഥകൾ പറയേ, നമ്മുടെ പ്രേക്ഷകരും കേക്കട്ടെ. എന്തെല്ലാം കഥകളാ പറയാന്നറിയോ ജ്യോതി ചേച്ചി? നാണക്കാരി. പറയാൻ തുടങ്ങിയാൽ നിർത്തില്ല. അതുകൊണ്ടാ പറയാ സബ്ജക്റ്റ് ഇല്ല, ഒന്നും പറയാൻ കിട്ടുന്നില്ല അല്ലേ? ഇപ്പൊ നാട്ടില് സെറ്റിലായി. ചെറുപ്പുളശ്ശേരിയിലാണ് മോളുടെ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ നാട്ടില്. ഇത് ഏട്ടന്മാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളതല്ലേ? ആലു മട്ടർ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഈ വീഡിയോ കാണുമ്പോ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. എന്റെ ഓർമ്മയില് ഇനി പണ്ടെങ്ങാണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോന്ന് ഓരോ ഓർമ്മ വരുന്നില്ല. ബട്ട് ഇപ്പൊ റീസെന്റ് ഉണ്ടാക്കിയിട്ടില്ല. ബോംബെയിൽ വെച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? കാരണം മട്ടറൊക്കെ അവിടെ നമുക്ക് ഇങ്ങനെ തൊലി പൊളിക്കണത് കിട്ടി. ഫ്രോസൺ അല്ലാതെ അത് കുട്ടികളുടെ കയ്യിൽ കൊടുക്കും, അവരിരുന്നിട്ട് പൊളിച്ചോളും. ഇത് ആയിട്ടാ ഇങ്ങനെ ആയാൽ മതി എന്നാ പറയണേ. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് അത്രേ വേണ്ട. ഇതിപ്പോ ആദ്യമേ ഇതിലാണെങ്കിൽ ഇത് എപ്പോഴേ ആയെന്നറിയോ? ഇതിന്റെ പുറം ഭാഗം ആവണത് അതിന്റെ അതിലേക്ക് പോയിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ ഇനി തീ എടുത്താ. അപ്പൊ നമ്മള് ഇനി ചെയ്യാൻ പോണത് ഒരു കുക്കർ അടുപ്പത്ത് വെക്കലാണ് കേട്ടോ. അടുത്ത പരിപാടി ചെറിയൊരു കുക്കർ വെച്ചു. ഇതില് റിഫൈൻഡ് എടുത്തിട്ടു കേട്ടോ. അതിന്റെ തീ എടുത്തിട്ടു. റിഫൈൻഡ് ഓയിൽ ചെയ്യണ്ടേ? റിഫൈൻഡ് ഓയിൽ 3 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. മതി. നല്ല ജീരകം ഇത്ര കണ്ട് ജീരകം പൊട്ടി അത് പൊട്ടി തുടങ്ങുമ്പോ അത്രയും പെരിഞ്ജീരകം ഇട്ടോളൂ. പെരിഞ്ജീരകം ഇട്ടു. 2 സവാള പൊടിയായിട്ട് അരിഞ്ഞതാട്ടാ. മീഡിയം ഇതില് മീഡിയത്തിൽ തന്നെ കൊടുക്കണം. ഈ സവാള ഇങ്ങനെ വളർന്നു വരാണ്. ഒന്ന് ട്രാൻസ്പെറന്റ് ആവണം. അത്രയ്ക്ക് ആവണ്ടോന്ന് അല്ലേ? അപ്പൊ ആ സമയം കൊണ്ട് നമ്മള് വെളുത്തുള്ളി ട്രാൻസ്പെറന്റ് ആവുമ്പോഴേക്ക് ഈ വെളുത്തുള്ളി ഒരു സ്പൂൺ ഇടണം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ഇട്ടത്. വെളുത്തുള്ളി ഒരു 5-8 എടുത്തിട്ടുണ്ട്. ഇത്ര പോകുന്നൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുള്ളൂ. അത് കൂടിയിട്ട് ഇങ്ങനെ പേസ്റ്റായിട്ട് അരച്ചതാണിത്. അത് ഇടേണ്ടി വരും. അപ്പോഴത്തേക്ക് ഞാനേ പോയിട്ട് ഈ തൈരിന്റെ ഹാഫ് ഓഫ് ദ പോർഷൻ മതി. ഈ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അരച്ചു കൊണ്ടുവരും. വേറെ വെള്ളം ചേർക്കണ്ട. തൈര് ചേർക്കണ്ട. പകുതി മതി കേട്ടോ. അത് അരച്ചിട്ട് വരാം. ചേട്ടനപ്പം ഇങ്ങോട്ട് വാ ഇളക്കാനായിട്ട്. ബാറ്റൺ കൈമാറി. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു. കഴിഞ്ഞു. എന്റെ രാജിക്കത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു, അവിടെ ഇരിക്കണ്ടായിരുന്നു.
പിന്നെ സ്ക്രീനിലേ കണ്ടമാനം ആളുകളാണ്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ വരാണ്ടിരുന്നത്. ജ്യോതി ചേച്ചി ചെറുപ്പളശ്ശേരിയിൽ നിന്ന് ഞങ്ങളുടെ ഒപ്പം വന്നു. അപ്പോൾ കാറിലാണ് ഞങ്ങൾ വരുന്നത്. ജ്യോതി ചേച്ചിയും സരിതയല്ലട്ടാ, ജ്യോതി ചേച്ചി വർത്താനം കൊണ്ട് അവിടെ നിന്ന് ഇവിടെ വരെ വർത്താനത്തും കൊണ്ട് അയിര് കളിയായിരുന്നു. എന്നിട്ട് വർത്താനം എനിക്കാണെങ്കിൽ വണ്ടി ഓടിപ്പിച്ചിട്ട് ഇങ്ങനെ ഉറക്കം വരാം വർത്താനം കേട്ടിട്ട്. ഇവർ ലോകകാര്യങ്ങളാണ് വർത്താനം പറയണത്. അപ്പോൾ ഞാൻ എന്താ ചെയ്ത ഒരു സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തി മുഖമൊക്കെ കഴുകി കുറച്ച് വെള്ളം കുടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാട്ട് വെച്ചു. ആ പാട്ട് സരിതനോട് നമുക്കൊന്ന് പാടിപ്പിക്കാൻ 2 വരിയിട്ടാണ് ഫസ്റ്റ് പാട്ട്. അപ്പം എൻ്റെ ഉറക്കം പോയി. അപ്പോൾ സരിത അത് അണ്ടിപ്പരിപ്പും അയ്യോ അണ്ടിപ്പരിപ്പ് കൊണ്ടുപോയി ഞാൻ കണ്ടില്ലല്ലോ. കഴിക്കാൻ എനിക്ക് 2 കഴിക്കാൻ ഉണ്ടായിരുന്നു. അത് വെള്ളത്തിലിട്ട് കുതിർത്താത്ത അവിടെ ഇരിക്കുന്നുണ്ട്. സബോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വന്നു. ഇങ്ങനെ എന്താ പറയാ, ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി. അപ്പൊ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇത്ര ഇടാം. ഇട്ടോളൂ. അപ്പൊ ഇത്രക്ക് മഞ്ഞൾപ്പൊടി ഇടാണ് കേട്ടാ. ഈ മുളക് പൊടി ഇതെങ്ങനെ എരിവ് കൂടുതലാ? എരിവുണ്ട്, നല്ല എരിവുള്ളതാ. എന്നാ അത്രയും കൂടണ്ട. വേണ്ട, ഇട്ടോളൂ. ഇത്രക്ക് ഇട്ടു. അയ്യോ പച്ചമുളക് വേണ്ടേ? പച്ചമുളക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടില്ല. ഇപ്പിട്ടാലും മതി. അത് ഫ്ലേവറിന് ലാസ്റ്റിൽ ഇടുന്നതാണ്. ചേട്ടാ അടുക്കളയില് ഒരു കിണ്ണത്തില് പച്ചമുളക് പൊട്ടിച്ചത് അതിലത്തെ പച്ച എടുത്തോ. എരിവ് കഴിക്കുമോ നിങ്ങൾ? ഇത്തിരി കൂടി എരിവ് കഴിക്കണമെങ്കിൽ കഴിക്കാം. അല്ല എങ്ങനെ ഇത്തിരി കൂടി ഇട്ടേ? കേട്ടോ, നല്ല എരിവുള്ള അത്ര മതി. ഇനി ഇടാൻ പോണത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അടുത്തതായിട്ട് ഇടൂ, അത് ഇടൂ. ഇത്ര ഇടാം. ഇനി ഇടൂ കുറച്ചും കൂടി. ഇട്ടോളൂ. ഓക്കെ, ഇത്രയ്ക്കും കൂടി മതി. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. അടുത്തായിട്ട് കുരുമുളക് പൊടിയാണ് ഇടണേ. അതെന്തോരം വേണം നോക്കിയേ. നമ്മുടെ കുരുമുളക് പൊടിച്ചത് ഇട്ടോളൂ. ഇത്ര ഇടാം. അത്ര ഉണ്ട്, കുറച്ചോളൂ. ഓക്കെ, മതി. അപ്പൊ ഒരു കുഞ്ഞു സ്പൂൺ കൊണ്ട് 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ കുരുമുളക് പൊടി. അടുത്തതായിട്ട് ഗരം മസാലപ്പൊടിയാണ് ഇത്രക്ക് ഇടുന്നുണ്ട് കേട്ടാ. ഇളക്കിക്കോളും. നമ്മളെല്ലാ സാധനങ്ങളും പച്ചമുളക് അരിഞ്ഞു വയ്ക്കാൻ മറന്നു. അപ്പൊ ചേട്ടൻ ദേ ഓടിപ്പോയിട്ട് എടുത്തിട്ട് വന്നിട്ട് അരിയാണ് കേട്ടാ. നമ്മൾ കാറി വരുമ്പോ ആ ഫസ്റ്റ് പാട്ട് വെച്ചില്ലേ, എന്റെ ഉറക്കം പോകാനായിട്ട് ആ പാട്ട് പാടാന്ന് ഞാൻ വാഗ്ദാനം കൊടുത്തു ആളുകൾക്ക്. ആണോ? ആ പാട്ട് പാടാന്ന് വെച്ചാ അല്ല നീ പാടെന്ന് പറഞ്ഞ എന്നോട് ചോദിക്കാണ്ട് ആര് പറഞ്ഞു വാഗ്ദാനം കൊടുക്കാൻ? അത് ഏത് പാട്ടായിരുന്നു? ആ ഫസ്റ്റ് തന്നെ വെച്ച പാട്ട്. എന്തിനു വേറൊരു സൂര്യോദയം, അതല്ലേ? അത് പകുതി പാടി നിൽക്കായിരുന്നു. അപ്പൊ ഞാനത് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ആയപ്പോ അത് തന്നെ വന്നു പകുതിക്കുന്നു. അതാണ് ഫസ്റ്റ് വന്നത്. പിന്നെ വന്ന പാട്ടേന്നറിയോ? ചേട്ടന് ഇഷ്ടമില്ലാത്ത പാട്ട്. പിന്നെ വന്ന പാട്ടേന്നറിയോ? കുയിലിന്റെ മണിനാദം കേട്ടു, അതായിരുന്നു. അത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ വന്ന പാട്ട് ഏതാണാവും? അത് ചേട്ടൻ പഠിക്കാം. എനിക്കറിയില്ല. മണക്കട്ടെ ചട്ടുകം. മണത്തോ? അങ്ങനെ കണ്ടാലൊന്നും അറിയില്ല. മതി. തക്കാളി ഇട്ടോ. തക്കാളി ഇടുകയാണ് കാരണം ഇതിന്റെ അടിയിൽ കണ്ട ചെറുതായിട്ട് ഇങ്ങനെ പൊടി ഐറ്റംസ് ഇങ്ങനെ തക്കാളി ഇടുമ്പോ അതൊക്കെ ഇങ്ങോട്ട് പോരും. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഉപ്പിട്ട തക്കാളി പെട്ടെന്ന് ബ്ലീ ആയിട്ട്. ഇനി നമ്മൾ ഉപ്പിടാണ് കേട്ടാ. ചേട്ടന് വിശക്കുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. വിശക്കണത് അറിയാനായിട്ടുള്ള ഇത് എന്തൊക്കെയാണെന്നറിയോ? ജഗ്ഗുവിനെ വിളിക്കും. അതാണ് ആദ്യത്തെ സൈൻ. ജഗ്ഗു ഉണ്ണിക്ക് വിശക്കുണ്ടാ? അപ്പൊ നമുക്കറിയാം ചേട്ടന് വിശക്കുണ്ട്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. തക്കാളി ഒന്ന് സ്മാഷ് ആവാൻ കുറച്ച് അടച്ചു വെച്ചാലും മതി. ഇത്തിരി ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കുക. മൂടി ടൈറ്റ് ചെയ്യണ്ട, ജസ്റ്റ് അടച്ചു വെച്ചാൽ മതി. ചേട്ടാ വെള്ളം എത്ര തുള്ളി വെള്ളം ഒഴിക്കണം? ഒഴിച്ചോളൂ. കുറച്ച്, ഒരു 3-4 ടീസ്പൂൺ. ഇത്തിരി കൂടി. മതി. തീ കൂട്ടി വയ്ക്കട്ടെ. തീ കൂട്ടി വെച്ചു കേട്ടാ. ജസ്റ്റ് അത് ചട്ടുകം കുടഞ്ഞതിന് ശേഷം. ജഗ്ഗു അകത്തുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ജഗ്ഗു എവിടെയാണെന്ന് എല്ലാവരും അന്വേഷിക്കും. ജഗ്ഗു അകത്തുണ്ട്. മിക്കവാറും ഈ മണം പിടിച്ച് അടുത്ത് തന്നെ വരാൻ സാധ്യതയുണ്ടാവൻ. അത്രയ്ക്ക് നല്ല മണമാണ് ഇവിടെ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് മെല്ലാക്കി അത് തീ കുറച്ച് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ വേഗത ആവാൻ വേണ്ടിയിട്ടേ ഇന്ന് നമുക്കിങ്ങനെ ചപ്പിളിയാക്കണം. ഇത് വെച്ചിട്ട് ഞങ്ങൾ ഇതുവരെ വാങ്ങിച്ചു. നമുക്ക് കമന്റ്സ് വരാറുണ്ട് ഇത് വാങ്ങിക്കാൻ പറഞ്ഞിട്ട്.
ഞങ്ങൾ അവിടെ പറയാ പാവുഭാജി സ്മാഷർ എന്നാ പറയാ. ആണോ? എന്നിട്ട് ഇത് വെച്ച് ഇനി നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഉണ്ടാക്കുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ് രണ്ടെണ്ണം ആക്കിയത് കേട്ടാ, അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കുമായിരുന്നുള്ളൂ. ഇത് വളരെ സിമ്പിളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പെടപ്പെടപ്പെടപ്പെടാ തന്നെ ആവുമെന്ന് പറഞ്ഞു. എല്ലാ സാധനങ്ങളും അരിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പീഡിലാവുമെന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ഞാൻ ഇങ്ങനെ സ്ലോയിൽ ഇടുകയില്ല, തീ ഫുള്ളിലിട്ടിട്ട് അങ്ങോട്ട് ചെയ്യൂലേ വേഗം ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കുമ്പോഴേ ജ്യോതി ചേച്ചി പറയുകയാണേ, ഈ വെറുതെ ഇത് എന്താ പറയുക ജ്യോതി ചേച്ചി, ഈ നമ്മൾ ചെയ്യണതില്ലേ, ഈ ചെയ്യണതൊക്കെ വീഡിയോ എടുക്കാൻ, ഇതിന് വേണ്ടി സാധനങ്ങൾ തയ്യാറാക്കണതില്ലേ, ഈ ബിഹൈൻഡ് ദ സീൻസ് പറട്ടെ അതെടുക്കാൻ. അപ്പം മനസ്സിലാവുമല്ലോ. ചിലർ കമൻ്റ് ഇടുന്നുണ്ടല്ലോ, നമ്മൾ വെറുതെ ഇരുന്ന് കാശുണ്ടാക്കണു, വേർക്കാണ്ട് കാശുണ്ടാക്കണു. അപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എത്ര പണിയെടുക്കണമെന്ന് ആളിങ്ങനെ നോക്കിക്കാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഓരോ തക്കാളി ഒരു വിധം വെന്തൂന്ന് ഫീൽ ചെയ്യണ്ടോ? ആ അത് വെച്ചിട്ട് കുത്തു കുത്തണം. ചമ്മന്തി വേണം ചേട്ടൻ ചെയ്തോ? ഒരു കോൺട്രിബ്യൂഷൻ വേണ്ട ചേട്ടൻ്റെ, എനിക്ക് തെറിക്കാണ്ട് ചെയ്തു. ഇത് ഒരു കൈ കൊണ്ട് ഇത് പിടിക്കും, എന്നിട്ടാക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ മെറ്റലിന്റെ ശബ്ദം വരും. മറയും. അതായി കഴിഞ്ഞാൽ ഇവനെ തൊട്ട് പച്ചക്കറികൾ ശ്രദ്ധിച്ചിട്ടാക്കണം കേട്ടോ, മേലേക്ക് വെള്ളം തെറിക്കരുത്. അയ്യോ, എന്നാ ഈ പച്ചക്കറികൾ ആദ്യം ഇട്ടോളൂ. ഇത് ഇട്ടോളൂ, ക്യാപ്സിക്കം ഇട്ടോളൂ. ക്യാപ്സിക്കം ഇടുന്നു. ഇത് ഓപ്ഷണലാണ്, വേണം എന്നില്ല. വേണ്ട വേണ്ട, ഇനി ഒന്നും ചെയ്യണ്ട. ഇനി പാവുഭാജി സ്മാഷർ വേണ്ട. ഉരുളക്കിഴങ്ങ് നമ്മൾ ഉരുളക്കിഴങ്ങ് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാണ്. ഇത് വെള്ളം വേണ്ട. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മട്ടർ എന്താ പറയാ, ഗ്രീൻ പീസ്. നല്ല ഭംഗിയായിട്ട് അതിന്റെ കളറാണ് കാണാനുള്ള ഭംഗി. അത് പടച്ചു വേകുമ്പോ കളറല്ലേ? കളർ ഇപ്പൊ മാറുമൊന്നുമില്ല. കളർ മാറില്ലേ? ഇത് തൊടുമ്പോ സോഫ്റ്റ് ചേട്ടാ. ആ അത് സീസൺ അല്ലല്ലോ. അത് സീസൺ ആണെങ്കിൽ ഇവിടെ കിട്ടില്ല. നമുക്ക് ഈ പൊളിച്ചെടുക്കണ മറ്റേ ഫ്രഷ് ആയിട്ടുള്ളത്. ഇനി അത് വേണ്ട, ഇനി അതിന്റെ ആവശ്യമില്ല. അതിന്റെ മസാല മുഴുവൻ കൊട്ടുമില്ല, കളയണ്ട. എന്നിട്ട് ഇനി ഇത് ഇളക്കിക്കോളൂ കേട്ടോ. ഇല്ല ഇല്ല, അതെ. ഉപ്പ് ഒരു മിനിറ്റ് ഉപ്പ് നോക്കട്ടെ. അതില് ഇളക്കി നമ്മളിനി നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത്ര ഇട്ടാൽ. അപ്പോൾ ഇതിലേക്കും ബാക്കിയുള്ളതിലേക്കും കൂടിയുള്ള ഉപ്പിട്ടു. ഇളക്കി കഴിഞ്ഞാൽ ഇത് നമ്മുടെ തൈര് ചേർത്ത്, പുളിയില്ലാത്ത തൈര് ചേർത്തിട്ട് തൈരും അണ്ടിപ്പരിപ്പും കൊണ്ടുവന്നിട്ടുള്ള അണ്ടിപ്പരിപ്പ്, അത് പേസ്റ്റ് പോലെ അരച്ചത് നമ്മൾ ഇതിലേക്ക് ചേർക്കാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കിട്ടും. പിന്നെന്താ, പഞ്ചസാര കിട്ടുമെന്നാ? 1/4 ടീസ്പൂൺ അല്ല, പഞ്ചസാരയുടെ ഡബ്ബ അങ്ങോട്ട് എടുത്തിട്ട് വന്നോളൂ. ഈ മിക്സിയുടെ ജാറ് നമ്മൾ ഇത് അരച്ചു കൊണ്ടുവന്ന ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം ഇവിടെ വയ്ക്കുന്നുണ്ട്, വേണ്ടി വന്നെങ്കിൽ മാത്രം. ഇളക്കുന്നു നല്ലോണം. ഇത്തിരി ഗ്യാസ് ഇത്തിരി ഉറക്കം വെക്കണം. ഇത്തിരി കൂട്ടി വെച്ചുട്ടാ, നമ്മൾ സിമ്മിലാണ് ഗ്യാസ് കിടക്കണ്ടായിരുന്നു. കണ്ടിന്യൂസ് വഴട്ടണം, കാരണം തൈരല്ലേ, അല്ലെങ്കിൽ പിരിയും. വഴട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളൊന്ന് ഇങ്ങനെ തീ കൂട്ടിയിട്ടിട്ട് നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൽ ഇതേ 2 മിനിറ്റ് ഇളക്കുക. അത് കഴിയുമ്പോൾ ഇത് കഴുകി വെച്ച വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത്തിരി കൂടി വേണം, ഇത്തിരി കൂടി വെള്ളം വേണം. അതിൽ തന്നെ ഒഴിക്കാം. ഒഴിച്ചോളൂ. മതി മതി മതി. ഇത്രയ്ക്കും കൂടി വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ഇനിയാണോ പച്ചമുളക് ഇടുക? നല്ലോണം എന്താവട്ടെ, തിളയ്ക്കണം. അപ്പോൾ വഴറ്റണയിൽ പച്ചമുളക് ഇടില്ല അല്ലേ? ഇല്ല, ഇതിൻ്റെ ഒരു പച്ച ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ പച്ചമുളക് ഇട്ടു കേട്ടോ, അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ടു 4 എണ്ണം. ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണോ? കളർ ഇങ്ങനെ തന്നെയാണല്ലേ? ഇത് അവസാനമായിട്ട് ഉണ്ടാക്കിയത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ബോംബെയിലായിരിക്കുമ്പോൾ. അതെ, കുറച്ച് കൊല്ലമായിണ്ടല്ലേ. മരുമകൻ ഉണ്ടാക്കി കൊടുക്കാറില്ലേ? അത് ഇത് ഉണ്ടാക്കിയിട്ടില്ല? ഇത് ഉണ്ടാക്കിയിട്ടില്ല. ഈ വീഡിയോ കാണുമ്പോൾ പറയും, ഉണ്ടാക്കി തരാൻ പറയും. അടപ്പടയ്ക്കണ്ടേ? ഇനി അടയ്ക്കാം. ഒറ്റ വിസിൽ കിട്ടാൻ ഒരേ ഒരു വിസിൽ അടിക്കണം. ഇത് ഒരു വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് സ്റ്റീം പോണ വരെ അങ്ങനെ വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത തട്ടിക്കൂട്ട് കറി ഉണ്ടല്ലോ, ഇതിൻ്റെ പേര് എന്തായിരുന്നു? ആലു മട്ടർ. ഈ തട്ടിക്കൂട്ട് കറി ജ്യോതി ചേച്ചിയുടെ സ്വന്തം തട്ടിക്കൂട്ട് കറി. അപ്പം നമ്മൾ നേരത്തെ പൊട്ടാറ്റോ അടിയെ പിടിച്ചിട്ടൊരു പാത്രം ഉണ്ടായിരുന്നല്ലോ, അതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ജ്യോതി ചേച്ചി പറഞ്ഞു ഇനിയിപ്പോൾ അതെടുക്കണ്ട, ഈ പാത്രം ഇവിടെ ഇരിക്കുന്നുണ്ട്,
നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇതിൽ തന്നെയാണ് ചെയ്യണേ. ഇതിൽ നെയ്യ് വേണ്ടാന്ന് അല്ലേ? റിഫൈൻഡ് എത്ര ഒഴിക്കണം? കുറച്ച് മതി. ഈ ഉള്ളി വഴട്ടാനുള്ള 2 സ്പൂൺ. മതി 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 മതി. ഇതിലും അതിന്റെ ഫ്ലേവർ ഒക്കെ തന്നെ അല്ല, ഫ്ലേവർ ഇതല്ല, അതിന് അണ്ടിപ്പരിപ്പ് കരക്കി ഇതിലും ഒന്നുമില്ല ഉണ്ടല്ലോ അല്ല. ഈ ജീരകം പെരുജീരകം ഇടും ഇതില് ഇടും. ഇത് എണ്ണ ചൂടാവട്ടെ. അതെ, ഈ മുളക് പൊടി നല്ല എരിവുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എരിവുണ്ട്, നല്ല ഇതിൽ ഇത്തിരി സൂക്ഷിച്ചിട്ടാൽ മതി. അതിലെരിവ് കൂടിയില്ലേ? കൂടിയിട്ടില്ല, ചപ്പാത്തിക്ക് പ്രോപ്പർ ആയിരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ കയ്യിൽ എടുത്തിട്ടല്ലേ കഴിച്ചാ, അപ്പൊ ഇത്തിരി എരിവ് തോന്നിയില്ല. അത് നല്ല എരിവുള്ള മുളക് പൊടിയാ. ഇതിട്ടെ. ഇത് ചൂടായിട്ടില്ല, ചൂടാവുന്നേ ഉള്ളൂ. പക്ഷെ ജീരകം ഇട്ട് പൊട്ടണം അല്ലേ? പൊട്ടണം. എന്നിട്ട് പെരിഞ്ചീരകം. ഇതിലധികം ഇങ്ങനെ കുറേ ഒന്നുമില്ല. ഇത് പറഞ്ഞില്ലേ തട്ടിക്കൂട്ട് കറി, ഇതാവും ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാം. കാരണം സ്പീഡിൽ ഉണ്ടാക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റും. ഇതും അതുപോലെ തന്നെ പെരിഞ്ജീരകം. ജീരകം പൊട്ടി കഴിഞ്ഞിട്ട് ഈ പെരിഞ്ജീരകം, അത്ര പെരിഞ്ജീരകം സെയിം ജീരകവും അത്ര തന്നെ ഇട്ടിട്ടു. ജീരകം പൊട്ടി, അപ്പൊ പെരിഞ്ജീരകം ഇടാണ് കേട്ടാ. പെരിഞ്ജീരകം കൂടി പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സബോള. അയ്യോ ഇതുണ്ടാ കുറച്ച് ജീരകത്തിങ്ങട് വായിച്ചിട്ട് ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുക വേണ്ടു, വല്ലാണ്ടതാവണം, വാടണ്ട. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഈ മുളക് പൊടി സൂക്ഷിക്കണം, ഇത് നല്ല എരിവുണ്ട്, അത് കാരണം വളരെ കുറവിടണം. കുറവ് മതി. പോരെ. മല്ലിയില ലാസ്റ്റ് ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. അതിന്റെ പച്ചമണം മാറുമ്പോൾ ഈ തക്കാളി ഓഫ് ചെയ്തോളൂ. വശം തന്നെ ഓഫ് ചെയ്തു. ഇനി തക്കാളി ഇട്ടു കേട്ടാ, ഒരു തക്കാളി. ഉപ്പ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. അടി പിടിച്ചു. ഇനി ലേശം വെള്ളം ഒഴിച്ചിട്ടേ അടച്ച് വെക്കുക, സിമ്മിലിട്ടിട്ട് അടച്ച് വെക്കുക. ഒഴിച്ചോളൂ. മതി മതി മതി, അത് മതി. മൂടി വെച്ചു കേട്ടാ. ഇനി സിമ്മിലിട്ടു, ദേ മൂടി വെച്ചു. ഇനി അതവിടെ ആവട്ടെ. ഇത്ര ഉള്ളൂ അല്ലേ? ഇത് ഭയങ്കര സിമ്പിളാണ്. ഇനി മല്ലിയില ഇടുക, അത്ര ഉള്ളൂ, കഴിഞ്ഞു. എന്നിട്ട് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് സ്മാഷർ വെച്ച് ചെയ്തതിന് ശേഷം മല്ലിയില വെതറ്. ആക്ച്വലി ഒരു ചട്നിയുടെ ലുക്കായിരിക്കും, പക്ഷെ ടേസ്റ്റ് ആണല്ലേ. അപ്പം ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടാ. ഇതിനി പണിയൊന്നുമില്ല അല്ലേ? ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാൻ പോവാണ് കേട്ടോ. അല്ലെങ്കിൽ മാറ്റണം എന്നൊന്നുമില്ല, ഇതിപ്പോൾ കുക്കറിൽ നിന്ന് നമ്മൾക്ക് കാണാൻ ഭംഗിക്ക് മാറ്റണമെന്നുള്ളൂ. ഇതിൻ്റെ മേലെ കസൂരി മേത്തി ഇടണം, മല്ലിയില ഇടണം. പിന്നെ പിന്നെ ഒന്നുമില്ല. ഈ 2 സാധനങ്ങൾ നമുക്ക് ഇതിൽ മേലെ ഇടാണ്ട്. അപ്പം നമ്മളിത് ബൗളിലേക്ക് മാറ്റിയിട്ടാണ് ചേർക്കണം കേട്ടോ. അപ്പം നമ്മുടെ ആലു മട്ടർ ബൗളിലേക്ക് മാറ്റി. ഇതിലേക്ക് അര സ്പൂൺ പിഞ്ച് മതി. ഒരു തരി പഞ്ചസാര, പിന്നെ മല്ലിയില എത്ര ഇടണം? നല്ലോണം ഇട്ടോളൂ, എത്ര കൂടിയാലും കുഴപ്പമില്ല. മല്ലിയില ഇട്ടു. പിന്നെ ഇതിലേക്കും വേണം, ഇതിലേക്കും വേണം. കസൂരി മേത്തി കുറച്ച്, രണ്ടിലേക്കും കൂടിയുള്ളത് തിരുമ്പിയുണ്ട് അല്ലേ? കുറച്ച് കസൂരി മേത്തി ഇട്ടു. ഇങ്ങനെ വെച്ചാൽ മതി. മിക്സ് ചെയ്യണം. കസൂരി മേത്തി തിളച്ചയിൽ കടന്നിട്ട് ആവണ്ടതാണല്ലേ? അപ്പോൾ വേണമെങ്കിൽ കസൂരി മേത്തി ഈ നമ്മളിപ്പോൾ ഇതിലേക്ക് മാറ്റി, അത് മാറ്റണതിൽ മുന്നേ വശം തന്നെ ഇടാം, തിളച്ചോണ്ടിരിക്കും. അങ്ങനെ വേണമെച്ചാലും ചെയ്യാം. ഇനി ഇവനായിട്ടു ഈ കറി റെഡി ആയിട്ടാ. ഇനി വേണം ചപ്പാത്തി ഉണ്ടാക്കാൻ. ഇതിങ്ങനെ സിമ്മിൽ കിടന്നുകൊണ്ടിരിക്കുന്നു. കസൂരി മേത്തിന്റെ ബാക്കിയുള്ള പോർഷനാണ്, അത് കളയണ്ട. പിന്നെ അതിട്ടോ ഇളക്കിക്കോളും. ഇതിനി ഉടയ്ക്കണം നന്നായിട്ട്. അപ്പോൾ ഒരു ചട്നി പരിവായിട്ട് കിട്ടും അല്ലേ? മിക്സിയിലൊന്നും ഇതെവിടെ വെടിക്കെട്ട് കേൾക്കണേ? എവിടെ പൂരം? ഇടിയില്ലല്ലോ, ഇടിമിന്നലൊന്നല്ല, വെടിക്കെട്ടാ. അത് വെച്ചിട്ടേ, ഇത് നോൺ സ്റ്റിക്ക് ആണ്, ഓർമ്മ വരണേ. ചേട്ടാ പിടിച്ചിട്ട് സൂക്ഷിച്ചിട്ട്, കാരണം എന്താ പറയാ, ഇത് നോൺ സ്റ്റിക്ക് ആണ്. കാവശ്ശേരി പൂരം വെടിക്കെട്ടാണ്. കാവശ്ശേരി പൂരാണോ? കാവശ്ശേരി പൂരം. തക്കാളി ഒന്നും കാണാൻ പാടില്ല. തക്കാളി കാണാൻ പാടില്ലേ? ഇതങ്ങോട്ട് മിക്സിയിൽ അടിച്ചാലോ? അങ്ങനെ ചെയ്യില്ലേ? ചൂടാറാനൊക്കെ നിക്കണ്ടല്ലേ? ആവും. നല്ല രസമുണ്ട്. അടിപൊളി വെടി കിട്ടില്ലേ? തുടങ്ങിയിട്ട് ഇവിടെ വരെ കേൾക്കണല്ലേ? നെന്മാറ വെടി കെട്ടത് ഇങ്ങോട്ട് കേൾക്കും. നെന്മാറ 50 കിലോമീറ്റർ അല്ലേ ഇവിടുന്ന്? നെന്മാറ ഇവിടെ കിടക്കണു. കാവശ്ശേരി ഉണ്ട് ഏകദേശം. മാത്രമേ എപ്പോഴും വെടി കേട്ടാ
അത്രയ്ക്ക് മതി ഇനി തിന്നണത്. മതി. എന്തോരം മണിലാക്കാന്ന് ശരിക്കും ചട്നി പരുവാക്കണം. ഇനിയിലേക്ക് മല്ലിയില വിതരണം. ഇനി ഇത് അതിനൊരു വീണ്ടും മിക്സ് ചെയ്യണം. അങ്ങനെ വേണ്ട. ഗ്യാസ് ഓഫ് ചെയ്തില്ല? ഇല്ലില്ല, ഓഫ് ചെയ്തോളൂ. ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. ഇനി ഇളക്കണം. ഇളക്കിക്കോളൂ. ഇവരെ പണിയെടുത്ത ക്ഷീണിച്ചു. അപ്പൊ ഇത്തിരി മുന്തിരി വേണം കഴുകി. ഇത് കുറച്ച് നേരത്തെ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഷൂട്ടിങ് തുടങ്ങുന്നതിനേക്കാളും മുന്നേ. അപ്പം അത് ഇനി ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ. ശരിക്കും ചപ്പാത്തി തട്ടിൻ്റെ ആവശ്യമില്ല, ഈ സ്റ്റീലിൻ്റെ ഇതും ഇട്ടിട്ട് പരത്താം. ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചിലവർ വീതനപ്പുറത്ത് ഈ പാദ്യമ്പുറത്തൊക്കെ നല്ല മാർബിൾ ആണെങ്കിൽ ചിലവർ ചെയ്യണ കണ്ടിട്ടുണ്ട്. സൈഡിൽ നിന്ന് ആദ്യം പരത്തും. സൈഡ് നടുക്കിലത്തെ ലാസ്റ്റിൽ ഒരു പരത്തൽ പരത്തി അങ്ങോട്ട് ഇതാവും. ചെയ്യാമായിരുന്നു. എൻ്റെ കൈ അത്ര ശരിയല്ല. വേണ്ട ചെയ്യണ്ട. ചപ്പാത്തിയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്തില്ലെന്നുള്ള പാടില്ലേ. ലാസ്റ്റിൽ ഞാൻ ട്രൈ ചെയ്യാം, പക്ഷെ വേണ്ട, നന്നാവില്ല. ഈ ആക്സിഡന്റ് പറ്റിയതിന് ശേഷം ഇതുവരെ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ലേ? പരത്തലില്ല, ചുടല് മാത്രം ചെയ്യും. പരത്തലും ഇല്ല, കുഴക്കലും ഇല്ല. ബോംബെയിൽ പിന്നെ ഇത് ശീലമാണല്ലോ അവർക്ക്. ചെയ്യുന്നത് കാര്യങ്ങള് എന്ത് ചപ്പാത്തി ഉണ്ടാക്കലല്ലേ? എനിക്ക് ചപ്പാത്തിയും ബാജിയാണ് ഈസി. എല്ലാവരും ചോറും കൂട്ടാനും ഈസി എന്ന് പറയില്ലേ, എനിക്ക് ചപ്പാത്തിയും ബാജി. ചപ്പാത്തി പരത്തണതിൻ്റെ ഒപ്പം തന്നെ വേവിക്കും എല്ലാവരും. ഇതിൽ വെളിച്ചെണ്ണ നെയ്യൊന്നും ആക്കണ്ടല്ലോ. ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ പരട്ടാം, ഇല്ലെങ്കിൽ വേണ്ട. ഒന്നും ആക്കണ്ട. മറ്റേലുണ്ടല്ലോ നെയ്യും ഇതൊക്കെ കറിയില്ലേ. ഈ സംഭവം എനിക്കത്ര വശമില്ല. തുണി വെച്ചിട്ടാണ് ആക്കല്ലേ? തുണി വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഇല്ലേ, ഞാൻ ഫുൽക്കി ഉണ്ടാക്കി ഇങ്ങോട്ട് ചട്ടി മാറ്റിയിട്ട് ഇങ്ങനെ ഗ്യാസിന്റെ മുകളിൽ ഇടില്ല. ശരി, അത് ഞാൻ ആന്റി ചീണ് കണ്ടിട്ടുണ്ട്. എൻ്റെ ആന്റി ചീണ് കണ്ടിട്ടുണ്ട്, ബോംബെയിലത്തെ ആന്റി. ചട്ടിമേ വെക്കും. അവരത് ചൂടായ അപ്പം തന്നെ എടുത്തിട്ട് തീയിലേക്ക് വെക്കും. നേരെ ഡയറക്റ്റ് തീയിലേക്ക് വെക്കും. അപ്പോൾ ഒരൊറ്റ പോള വരും. അതിനാണ് ഫുൽക്ക പറയും. ഫുൽക്ക എന്നാണ് അതിനെ പറയാ, അങ്ങനെ ചെയ്യണതിന്. അവരുടെ ഭാഷയല്ലേ. അവര് മഹാരാഷ്ട്രൻസേ നമ്മളുടെ അടുത്ത് ഒരിക്കലും ഹിന്ദിയിൽ വർത്താനം പറയില്ല. അവരവരുടെ ഭാഷയിലേ വർത്താനം പറയും. അപ്പം നമ്മളങ്ങനെ പറഞ്ഞ് പഠിച്ചു. ഇതായി കേട്ടോ. ഇതിലേക്ക് കിട്ടോ. കൊറേ സമയമായില് നിൽക്കണം. നമുക്കിങ്ങനെ കുറേ സമയം നിന്ന് ശീലായേ. ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പാചകം ചെയ്യണ പോലെയല്ലല്ലോ, വീഡിയോ എടുക്കുമ്പോൾ കുറേ സമയമാവും അല്ലേ? അതെ. ഇത്ര നേരമൊന്നും എടുക്കില്ലേ? വീഡിയോ എടുക്കില്ലെങ്കിൽ ഇത്ര നേരം എടുക്കില്ല, ചടപടാന്ന് കഴിയും. പിന്നെ ഫുൽക്കയല്ലേ ഉണ്ടാക്കുക, അതാണ് ഈസി. ഫുൽക്കയാണ് ഈസി. അങ്ങനെ പൊള്ളച്ച് തീയിലിട്ടിട്ട് പൊള്ളച്ച് എടുക്കില്ല, അതിനെ ഫുൽക്കാന്ന് പറയും. ഫുൽക്ക. അതിന് ഇതുപോലെ നെയ്യ് പരട്ടണമെന്നില്ല, വേണമെങ്കിൽ ആവാം. നമ്മളിതിലേ നെയ്യൊന്നും പരട്ടിയിട്ടില്ല, മൂടി വെക്കണില്ല അത് ചേട്ടാ. പിന്നെ എന്തിനാ പാത്രത്തിൽ വെക്കണേ? അങ്ങനെയാണെങ്കിൽ വേറെ ഇതില് വെക്കണേന്റെ കാരണം അത് ചൂടാറാണ്ടിരിക്കാനാണ്. അപ്പൊ ഇത് തുറന്ന് വെക്കുകയാണെങ്കിൽ പിന്നെ എന്താ കാര്യം? ഏതെങ്കിലും പ്ലേറ്റിലെങ്ങാനും വെച്ചാ പോരെ. ചെയ്യാത്ത പണിയാ ചെയ്യാറില്ലേ? അല്ല, ഇന്ന് ഇത്തിരി കുറച്ചധികമായി പോയി അത് കുഴച്ചപ്പോ, അതുകൊണ്ടാ. ജഗു 3 എണ്ണം അല്ല അതിലും കൂടുതൽ കഴിക്കും. ജഗു 3 എണ്ണം അല്ല അതിലും കൂടുതൽ കഴിക്കും. 5 എണ്ണമൊക്കെ കഴിക്കും ജഗു. ആക്ച്വലി ഇതിൽ ചെയ്യുമ്പോൾ ഒരു തുണി, ഇങ്ങനെ തുണിയില്ലേ, അതിനെ ചുരുട്ടി കയ്യിൽ പിടിക്കുക, ഈ ചട്ടുകത്തിന് പകരം. കടലാസ് പിടിക്കും, എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഞെക്കാ ചെയ്യാം. അങ്ങനെ നമ്മുടെ 2 കറികൾ ഉണ്ടാക്കൽ കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ നമുക്ക് കഴിക്കാം, അകത്ത് പോയിട്ട് കഴിക്കാം. നമ്മുടെ 2 കറികൾ എടുക്കാണ് കേട്ടാ. കുറച്ച് മതിയാ? ഞാനുണ്ടാക്കി. പിന്നെ ഇത് കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം.
ഒരു സബോള ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. കുറച്ച് മതിയാ? കുറച്ച് ഇത്ര മതി. കഴിച്ചിട്ട് പറയും. അയ്യോ, ഞാൻ അഭിപ്രായം പറയണ്ടേ? സാധാരണ ഉണ്ടാക്കാറുള്ള ടേസ്റ്റ് വന്നിട്ടുണ്ടോ നോക്ക്. ഇത് ബജു പറയട്ടെ. നമ്മൾ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്യണത് മാത്രമായിട്ട് കാണിക്കണുള്ളൂ. അത് ഞങ്ങൾ സമാധാനമായിട്ട് എടുത്തിട്ട് ഇരുന്ന് കഴിക്കാം. ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ടാ? നിങ്ങൾ പറയൂ. തട്ടിക്കൂട്ട് കറി അടിപൊളി. എനിക്കത് കണ്ടപ്പോഴേ തോന്നുന്നുണ്ടേ നല്ല ടേസ്റ്റാണ്. മറ്റേ ഞാൻ നോക്കട്ടെ. അത് കുറച്ചും കൂടി ഹെൽത്തി കറി. മറ്റേല് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഇതിലോ? കുറച്ച് ഉപ്പ് കുറവുണ്ടെന്നുള്ളൂ. രസം തന്നെ. അപ്പം ഞങ്ങൾ നിർത്തുകയാണ്. കഴിക്കട്ടെ. കഴിക്കട്ടെ. നേരം കുറേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.